മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം. ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് 39-ാം സങ്കീർത്തനം. യാഥാർത്ഥ്യബോധത്തോടെ നമ്മുടെ പ്രത്യാശ കർത്താവിൽ സമർപ്പിക്കാം. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി ചെവിക്കൊള്ളണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി ചെവിക്കൊള്ളണമേ. ഞാൻ പറഞ്ഞു നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. എന്റെ മുമ്പിൽ ദുഷ്ട ഉള്ളിടത്തോളം കാലം നാവിനു ഞാൻ കടിഞ്ഞാണിടും. ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു. എന്റെ നിശബ്ദത നിഷ്ഫലമായി. എന്റെ സങ്കടം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. എന്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു. ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തി ജ്വലിച്ചു. ഞാൻ സംസാരിച്ചു. കർത്താവേ, അവസാനമെന്തെന്നും എന്റെ ആയുസ്സിന്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ. എന്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ. ഇതാ വീടുന്ന് എന്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു. എന്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യപ്രായമായിരിക്കുന്നു. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം. മനുഷ്യൻ നിഴൽ മാത്രമാണ്. അവന്റെ പത്തപ്പാട് വെറുതെയാണ്. മനുഷ്യൻ സമ്പാദിച്ച് കൂട്ടുന്നു. ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത്? എന്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ. എന്റെ എല്ലാ അതിക്രമങ്ങളിലും നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്നെ ഭോഷന്റെ നിന്ദയ്ക്കു പാത്രമാക്കരുതേ. ഞാനൂമനാണ്. ഞാൻ എന്റെ വായ് തുറക്കുന്നില്ല. അവിടുന്നാണല്ലോ ഇതു വരുത്തിയത്.
അടിയേറ്റു ഞാൻ തളർന്നിരിക്കുന്നു. പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവനു പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്നു കീടത്തെ പോലെ നശിപ്പിക്കുന്നു. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി ചെവിക്കൊള്ളണമേ. ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ. ഞാനങ്ങക്ക് അല്പനേരത്തേക്കു മാത്രമുള്ള അതിഥിയാണ്. എന്റെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു പരദേശിയാണ്. ഞാൻ മറഞ്ഞില്ലാതാകുന്നതിന് മുൻപ് സന്തോഷമെന്തെന്നറിയാൻ എന്നിൽ നിന്ന് ദൃഷ്ടി പിൻവലിക്കണമേ.